നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പ്രിവെൻഷൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. സോറി, രണ്ട് ടോപ്പിക്കാണ്. ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പാക്ട്സ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഓഷൻ അസിഡിഫിക്കേഷനും കോറൽ ബ്ലീച്ചിങ്ങും. അത് വെച്ചിട്ട് ആ വീഡിയോ കഴിഞ്ഞു. നമുക്ക് ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഈ ചെറിയൊരു സെഷനുള്ളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. ഫ്രെയിം വർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എഴുതിത്തരാം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ അതെനിക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒന്നുകൂടെ പറയണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതിക്കോ, പ്രിവെൻഷൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. പ്രിവെൻഷൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഈ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. പ്രിവെൻഷൻ ഓഫ് ഗ്ലോബൽ വാർമിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്: ടെക്നോളജിക്കൽ ഓർ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ. ടെക്നോളജിക്കൽ ഓർ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഓഡിബിൾ അല്ലേ വോയിസ്? ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, സോ ടെക്നോളജിക്കൽ ഓർ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ഒന്നാമത്തേത്. രണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ഓർഗനൈസേഷണൽ സൊല്യൂഷൻ. ഈ ഫ്രെയിം വർക്ക് എഴുതിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ടെക്നോളജിക്കൽ ഓർ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ഓർഗനൈസേഷണൽ സൊല്യൂഷൻ. ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷനുള്ളിൽ നമ്മൾ സോളാർ റേഡിയേഷൻ മാനേജ്മെന്റ്, രണ്ടാമത്തേത് ഗ്രീൻ ഹൗസ് ഗ്യാസ് റിമൂവൽ. ഗ്രീൻ ഹൗസ് ഗ്യാസ് റിമൂവൽ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുവേ. ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൊല്യൂഷനകത്ത് എഗെയിൻ രണ്ടെണ്ണം ഉണ്ട്. global efforts to prevent global warming and national efforts അല്ലെങ്കിൽ local efforts to prevent global warming. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഗ്ലോബൽ എഫക്ട്സിനുള്ളിൽ നാഷണൽ എഫക്ട്സിനുള്ളിലും പഠിക്കും. ബട്ട് സ്റ്റിൽ അതിനുള്ളിൽ നമ്മൾ മേജറായിട്ട് നോക്കാൻ പോകുന്നത് ഗ്ലോബൽ എഫേർട്സിനുള്ളിൽ. അടുത്ത വീഡിയോക്കുള്ള ഒരു ഔട്ട്ലൈൻ തരുന്നതാണ്. ഗ്ലോബൽ എഫേർട്സിനുള്ളിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് UNFCCC ആൻഡ് ഇറ്റ്സ് എഫേർട്സ്. UNFCCCയും അതിൻ്റെ എഫേർട്സും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെയിനായിട്ട് നാഷണൽ എഫേർട്സിനുള്ളിൽ പോകുന്നത് നമുക്ക് NAPCC, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു എഫേർട്ട് ഉണ്ട്, ആൻഡ് അതർ എഫേർട്സ്. ഇതിനുള്ളിലാണ് നമ്മൾ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടു ഗ്ലോബൽ വാർമിംഗ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് കറണ്ട് അഫെയർസ് ചോദിക്കാനാണെങ്കിൽ ഈ ഒരു പോർഷനാണ് ചോദിക്കുന്നത്. ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ മൊത്തത്തിൽ ഞാൻ ക്ലൈമറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞായിരുന്നു. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മളത് ഡീൽ ചെയ്യും.
ഇതാണ് പ്രിവെൻഷൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഈ ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനുള്ളിൽ ഒരു ഹാഫ് ആൻ അവർ മതി ഈ ഒരു പോർഷൻ തീർക്കാനായിട്ട്. ഈ ഒരു ക്ലൈമറ്റ് എഞ്ചിനീയറിംഗ് തീർക്കാനായിട്ട് ഹാഫ് ആൻ അവർ മതി. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാനായിട്ട് ഹാഫ് ആൻ അവർ മതി. ഇത് പഠിക്കാനായിട്ട് നമുക്കൊരു 2 ക്ലാസ് എടുക്കും. 2 or 3 ക്ലാസ്, 2 to 3 ക്ലാസ്സസ് എടുത്തിട്ട് നമുക്കിത് പറയാം. ഈ വീക്ക് തന്നെ നമുക്ക് എന്താണ് ഗ്ലോബൽ വാർമിംഗ് കംപ്ലീറ്റ് തീരും. വിത്ത് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് തീരും. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത്രയും മതി. ഞാൻ ഈ ചെറിയൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. ഇത് മറ്റൊരു കൂട്ടത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. കിടക്കട്ടെ, കുഴപ്പമില്ല. ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിർത്തിയേക്കട്ടെ. അടുത്ത ദിവസം കാണാം. ഓക്കെ, ശരി. ഗുഡ് നൈറ്റ്.